Hi guys, welcome back. Deepak here. And today we are going to discuss about the 2D arrays. അപ്പോൾ നമ്മൾ 1D array പറഞ്ഞു. ഇനി നമ്മൾ 2 dimensional array പറയാം. അപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് പറയുന്നില്ല. നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ മാത്രം മതി. ഓക്കെ. നമുക്ക് പ്രോഗ്രാം യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് 2D array രണ്ട് രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. റോ മേജർ ആൻഡ് കോളം മേജർ. നമുക്ക് പറഞ്ഞ ചുമ്മാ ടൈം എന്താണ് കുറെ പോകുന്നേ ഉള്ളൂ. നമുക്ക് റോ മേജർ ഇംപ്ലിമെന്റേഷൻ ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് 2D array, വൈ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ആൻഡ് വാട്ട്സ് ദ യൂസ് ഓഫ് ഇറ്റ്, എങ്ങനെ എന്താണ് അതിന്റെ യൂസ്, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനകത്ത് 2D array മീൻസ് നമ്മളുടെ മെട്രിക്സ് തന്നെയാണ്. ഓക്കെ, നമ്മൾ 12th മെട്രിക്സ് പഠിച്ചതാണ്. മെട്രിക്സ് എങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ലൈക്ക് ദിസ്. ഓക്കെ, n columns and n rows, n columns and നമ്മളിപ്പോൾ ij എന്ന് പറയുന്നത് ഞാൻ എന്നും എന്നും എടുത്തെന്ന് പറഞ്ഞു. ഇത് എത്ര എലമെന്റ്സ്? n എലമെന്റ്സ്, n into m ചെയ്താണ്. ആൻഡ് ഹൗ ടു ഇംപ്ലിമെന്റ് ഇൻ കോഡ്, എങ്ങനെ നമുക്കിത് കോഡിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. കോഡിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു 2 dimensional ആയിട്ടുള്ള മെമ്മറി അവൈലബിൾ അല്ല. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ലീനിയർ ആയിട്ടുള്ള മെമ്മറീസ് ആണ്. ആൻഡ് ഇവിടെ നമുക്ക് 2D array എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഇൻഡെക്സ് ഉണ്ട്. സോ വി വിൽ ബെറ്റർ ഐ തിങ്ക് വി ഗോയിങ് ടു കോഡ് ദിസ് ആൻഡ് ക്രിയേറ്റ് a 2 file 2D array. hash include stdio.h int main. നമ്മളെപ്പോഴും വേർഡ് മെയിൻ എഴുതുന്നത്. സോ ഇത്തവണ നമുക്ക് ഇൻറ്റ് മെയിൻ എഴുതാം. രണ്ടായാലും ഒരു കുഴപ്പമില്ല. ആൻഡ് ഫസ്റ്റ് ഡിക്ലറേഷൻ, ജസ്റ്റ് ഡിക്ലെയർ ചെയ്യാൻ ഇൻറ്റ് അറേ, അറയുടെ പേര് കൊടുക്കുക, ഡാറ്റ ടൈപ്പ് അറയുടെ പേര്, ദെൻ റോ സൈസ് 2 റോ 2 കോളം. ഓക്കെ, 2 റോ 2 കോളം, ഇതാണ് ഡിക്ലറേഷൻ. ആൻഡ് ഇവിടെ റോ സൈസ് പറയണമെന്ന് നിർബന്ധമില്ല, കോളം സൈസ് പറഞ്ഞാൽ ഇത്ര കോളമാണ്. റോ സൈസ് ഇവിടെ മാൻഡറ്ററി അല്ല. നമ്മൾ മറ്റേത് എഴുതാൻ നേരത്തും എഴുതാറില്ലേ, മറ്റേ ഫംഗ്ഷനിലേക്കൊക്കെ പാസ് ചെയ്യുമ്പോൾ എന്താ ജസ്റ്റ് നമ്മൾ എന്താണ് അതിൻ്റെ അകത്ത് സൈസ് ഒന്നും കൊടുക്കാറില്ല. അതേപോലെ റോ സൈസ് മാൻഡറ്ററി അല്ല, പക്ഷെ കോളം സൈസ് അവിടെ വേണം 2D array. അതായത് ഇവിടെ നമ്പർ എഴുതിയാലും കുഴപ്പമില്ല, ആൻഡ് ദെയർ വിൽ ബി നമ്പർ ഓൾസോ. ഓക്കെ, ഇനി ഇനിഷ്യലൈസേഷൻ. ഒന്നെങ്കിൽ നമുക്ക് അറിയാം 4 നമ്പേഴ്സേ ഉള്ളൂ. സോ 4 നമ്പേഴ്സ് ഡയറക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത് കൺഫ്യൂസ് ചെയ്യാവുന്നെങ്കിൽ ഫസ്റ്റ് റോയിലത്തെ എലമെന്റ്സ് എല്ലാം ഇവിടെ ഒരു കേളിയിൽ കൊടുക്കുക, ആൻഡ് അടുത്ത റോയിലെ എലമെന്റ്സ് എല്ലാം ഇവിടെ രണ്ടാമത്തെ കേളിയിൽ കൊടുക്കുക, ആൻഡ് ബോത്ത് ഓഫ് ദം ഇൻ പുട്ട് ഇൻ അനദർ കേളി ബ്രാക്കറ്റ്. ഇതാണ് 2D array. ആൻഡ് നമുക്കിത് പ്രിന്റ് ചെയ്യണം. എങ്ങനെ പ്രിന്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇവിടെ നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് അവിടെ റോ മാത്രമുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്ന് യൂസ് ചെയ്യാൻ മതി. ഇപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്, 2 ഉണ്ട്. അപ്പോൾ ഒന്ന് നമുക്ക് ഇതാണ് ഇപ്പൊ നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്ന അറേ. ഞാനിപ്പോൾ ഇത് നമുക്ക് ഫിഗർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാനേ പറ്റൂ. കോഡിൽ നമുക്ക് ലീനിയർ ആയിട്ടല്ല ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 1 2 3 4 ഇതാണ് നമ്മുടെ array. And this is index a of 0 0, a of 0 1, a of 0 2, sorry 1 1 1 0 1 0, a of 1 1. Okay, like this. ഇതാണ് സംഭവം, ഇതാണ്. ആൻഡ് ഇവിടെ നോക്കിയേ 2 റോ 2 കോളം. ഇവിടെ നമുക്ക് 0, ഇവിടെ സീറോസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഇവിടെ കോളത്തിന് മതി. അപ്പൊ ഇവിടെ നമുക്ക് 2 ലൂപ്പ് വേണം അല്ലെ, 1 റോയ്ക്ക് വേണ്ടിയും 2 കോളത്തിന് വേണ്ടി. ഇവിടെ നമുക്ക് 2 ഇൻഡെക്സ് ആണ്, ഫസ്റ്റ് റോ സെക്കൻഡ് ഫോർ കോളം. അതെങ്ങനെ ചെയ്യുന്നത് നോക്കുന്നത്. ഇപ്പൊ 2 ലൂപ്പ് വേണമെന്ന് പറഞ്ഞു. സോ വി വാണ്ട് ടു ഇംപ്ലിമെന്റ് i, j. ഫസ്റ്റ് ഒരു ഫോർ ലൂപ്പ് എഴുതാം. ഇത് ഫോർ റോയ്ക്കാണ്. റോയ്ക്ക് ഞാൻ ഐ എന്ന് കൊടുത്തു.
Okay, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ആൻഡ് ദാറ്റ് വിൽ ബി 2 i പ്ലസ് പ്ലസ്. അതിനകത്ത് പുതിയൊരു ലൂപ്പ് കൊടുത്ത് 4 j. ഇത് കോളത്തിലാണ്. ഓക്കെ, j ലെസ് ദാൻ 2 and j പ്ലസ് പ്ലസ്. And printer percentage d comma array of I comma j. What will be? എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. Number is yeah, look at this 1 2 3 4. Okay, 1 2 3 4 പ്രിന്റ് ആയി. പക്ഷേ ഇത് പ്രിന്റ് ആയൊക്കെ നോക്കി ജസ്റ്റ് ഒരേ ലൈനിലാണ്, ഒരു മെട്രിക്സ് പോലെ ഒന്നും അല്ല പ്രിന്റ് ആയിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇത് എങ്ങനെ പ്രിന്റ് ആവുന്നത് നോക്കാം. ഫസ്റ്റ് i equal to 0 കൊടുക്കും. 0 ലെസ് ദാൻ 2 ആണ്, സോ ഈ ലൂപ്പിലേക്ക് കയറും. അപ്പോൾ j equal to 0 കൊടുക്കും. 0 ലെസ് ദാൻ 2 ആണ്, സോ ഇതിൻ്റെ അകത്തേക്ക് വരുന്നു. ഫസ്റ്റ് 0 0 ഉണ്ടാവുന്നു. അതിനുശേഷം ഏത് ലൂപ്പാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഈ ലൂപ്പാണ് ആദ്യം ഇൻക്രീസ് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ എപ്പോൾ ഫാൾസ് ചെയ്യുന്നു അതിനുശേഷം ഇങ്ങോട്ട് പോകത്തുള്ളൂ. സോ 1 ആവുന്നു, 0 1 വരും, അതായത് 2 പ്രിന്റ് ആവും. ഇനി പിന്നെ 2 ആണ്, കണ്ടീഷൻ ഫാൾസ് ആയി, അപ്പോൾ i 1 ആവുന്നു. 1 ലെസ് ദാൻ 2 ആണ്, നമ്മൾ നേരത്തെ ചെയ്ത പോലെ 4 വരെ പ്രിന്റ് ആവും. ഇനി ഇവിടെ എനിക്കിത് രണ്ട് റോയും രണ്ട് ഇതായിട്ട് പ്രിന്റ് ആവും. ലൈക്ക് മെട്രിക്സ് പ്രിന്റ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് ഞാൻ അവിടെ ഒരു പ്രിന്റ് അപ്പ് കൊടുക്കുക, ഒരു എസ്കേപ്പ് തന്നെ കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഐ തിങ്ക് നമ്മുടെ ആൻറ്റിവൈറസ് പണിയുന്നതാണ്. കേട്ടോ, ഒരു മെട്രിക്സ് ലൈക്ക് മെട്രിക്സ് പ്രിന്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ മെട്രിക്സിന്റെ ആ സൈൻ സ്ക്വയർ ബ്രാക്കറ്റ് ഒന്നും കൊടുക്കാൻ പറ്റൂല, ജസ്റ്റ് ഇങ്ങനെ ചെയ്യാനേ പറ്റും. 1 2 3 4. ഇത് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഓപ്പറേഷൻസ് ചെയ്ത് നോക്കാം. ലൈക്ക് ഡയഗണൽ സം കണ്ടുപിടിക്കുക, മെട്രിക്സ് അഡീഷൻ ചെയ്യുക, 2 മെട്രിക്സുകൾ ആഡ് ചെയ്യുക, 2 മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് ദിസ്. ഐ തിങ്ക് നമ്മൾ ഡയഗണൽ സമ്മും മെട്രിക്സ് അഡീഷനും ഡയഗണൽ സമ്മൂടെ നമുക്ക് ഇതിൽ പറയാം. ഓക്കെ, ഡയഗണൽ സമ്മു ഇതിനകത്ത് പറയാം, മെട്രിക്സ് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇവിടെ ഫസ്റ്റ് സിമെട്രിക് മെട്രിക്സിന്റെ നമുക്ക് ഇപ്പോൾ ഡയഗണൽ സമ്മു വേണമെന്ന് പറഞ്ഞാൽ എന്താണ് പറ്റുള്ളൂ? ഏതേ പറ്റൂ? സിമെട്രിക് മെട്രിക്സേ പറ്റൂ. ആൻഡ് ഹു ഡു നോട്ട് നോ വാട്ട് ഈസ് സിമെട്രിക് മെട്രിക്സ്, അതായത് എമ്മും എന്നും ഈക്വൽ ആണ്, അതായത് റോ സൈസും കോളം സൈസും ഈക്വൽ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? മെട്രിക്സ് ആഡ് ചെയ്യാൻ പറ്റൂ. ദാറ്റ്സ് വി കോൾഡ് സിമെട്രിക് മെട്രിക്സ്. സോറി, ആഡ് ചെയ്യുന്നതല്ല പറഞ്ഞത്, ഡയഗണൽ സം കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ 3/3 3/3 ഒരു മെട്രിക്സ് ഉണ്ട്, ലൈക്ക് ദിസ് 1 2 3 4 5 6 7 8 9. ഇതാണ് എൻ്റെ മെട്രിക്സ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 1 + 5 + 9 ഇതാണ് ഡയഗണൽ സം. ഓക്കെ, ആൻഡ് ഇതെടുത്താലും ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. സോ നമ്മൾ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. 1 + 5 + 9 ദാറ്റ്സ് 15. നമുക്ക് 15 തരണം. എങ്ങനെ നമ്മൾ ചെയ്യും? ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പ്രോഗ്രാം ചെയ്യാം, അതായിരിക്കും. ഫസ്റ്റ് നമുക്ക് വേരിയബിൾ ഡിക്ലറേഷൻസ് ആണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. ഡിക്ലറേഷൻസ് ഫസ്റ്റ് ഇൻറ്റ് ARR അല്ലെങ്കിൽ ഞാൻ മെട്രിക്സ് കൊടുക്കാം. ഓക്കെ, മെട്രിക്സ് നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല, സോ ഐ വിൽ റൈറ്റ് 50 30. ഓക്കെ, 50 50. ദെൻ നമുക്ക് ലൂപ്പ് വേരിയബിൾസ് i വേണം, j വേണം, ദെൻ റോ സൈസ്, കോളം സൈസ്, ഓക്കെ, റോ സൈസ്, കോളം സൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ രണ്ട് സൈസും റീഡ് ചെയ്യണം.
അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പറയാൻ പറ്റും എൻ്റർ സിമെട്രിക് മെട്രിക്സ് രണ്ടുകൂടെ ഒറ്റൊന്നായിട്ട് എടുത്താലും മതി. ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ, ചെക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ജസ്റ്റ് റീഡ് റോ ആൻഡ് കോൾ സൈസ് printf enter row and column size of matrix. Scanf %d comma ampersand row size comma column size, and there will be 2%. ഇനി ഇത് രണ്ട് സിമെട്രിക് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഇഫ് റോ സൈസ് ഈക്വൽ ടു കോളം സൈസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സിമെട്രിക് ആണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റില്ല. സോ എന്താ സിമെട്രിക് സം can be found. ഓക്കെ, ജസ്റ്റ് ഇതാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ അറേ എടുക്കണം, മെട്രിക്സ് എടുക്കണം. സോ i equal to 0, i less than row size, i plus plus. ഓക്കെ, ഇനി സെക്കൻഡ് കോൾ എടുക്കണം. j equal to 0, j less than call size, j plus plus. Okay, scanf %d sorry what %d ade comma matrix ij. നമുക്ക് കിട്ടി. ഇനി എല്ലാവരും ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ പറയാം. എല്ലാവരും ചെയ്യുന്ന രീതി ജസ്റ്റ് put another 2 for loops for I equal to up to row size and for j up to column size, and if I equal to j ആണെങ്കിൽ മാത്രം sum equal to matrix of ij. അങ്ങനെയാണ് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ഉണ്ടോ ഐ അത്രേ ഉള്ളൂ നമ്മുടെ മെട്രിക്സ് എലമെന്റ്. ഇപ്പോൾ മെട്രിക്സ് എലമെന്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മെട്രിക്സ് എലമെന്റ് 0 0, ദിസ് വിൽ ബി 1 1, ദിസ് വിൽ ബി 2 2, റൈറ്റ്. അപ്പോൾ നമുക്ക് ഒറ്റ ഫോർ ലൂപ്പ് വെച്ച് അത് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, റെഗുലർ എല്ലാവരും ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. അത് ചെയ്യാൻ നമ്മളിവിടെ ഇൻപുട്ട് എടുത്തു, ആൻഡ് ജസ്റ്റ് നമുക്കത് പ്രിന്റ് ചെയ്ത് കൊടുക്കാം. ഓൾസോ ഇവിടെ നമുക്ക് സമ്മിന് വേണ്ടി സം ഈക്വൽ ടു 0 ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചു. ജസ്റ്റ് ഫോർ ലൂപ്പ് ജസ്റ്റ് നമുക്ക് തന്നെ കോപ്പി ചെയ്തെടുക്കാം. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ദ ആംപർസാൻഡ് ഹിയർ. printf like a matrix print ചെയ്യാൻ ഞാൻ അവിടെ ഒരു printf കൊടുത്താണ്. printf escape and we will write another for loop, and that's for row size. and ഇതിന്റെ അകത്ത് നമ്മൾ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. if I equal to j ആണെങ്കിൽ sum equal to sum plus matrix of ij. ഇതാണ് സാധാരണ എല്ലാവരും ചെയ്യണേ. ആൻഡ് ജസ്റ്റ് print the sum. print the sum printf %d comma sum. sum of diagram. Okay, just run this.
റോ സൈസ് അതായത് നമുക്ക് ഈ കണ്ടീഷൻ ഫോൾസ് ആവുന്ന പറഞ്ഞാൽ നോക്കാം. ഓക്കെ, 4 and 2 ആഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഞാനിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 3 3 ആണ്. ഓക്കെ, എലമെന്റ്സ് നമുക്ക് എൻ്റർ ചെയ്യാം. 1 2 3 4 5 6 7 8 and 9. ആൻഡ് നമുക്ക് എസ്കേപ്പ് ടി കൂടെ കൊടുക്കാം, എന്നാലാണ് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടായി കിട്ടുള്ളൂ. ഓക്കെ, ഒരുമിച്ച് 15 ആണ് വരേണ്ടത്. കറക്റ്റാണ്. ആൻഡ് ഇവിടെ നമുക്കൊരു പ്രിൻ്റപ്പ് കൂടെ കൊടുക്കാം. പ്രിൻ്റപ്പ് enter matrix elements. Yeah. And clear ചെയ്യുന്നു. ഒന്നുകൂടെ റൺ ചെയ്യാം. 3 3 ആണ്. 3 3 1 2 3 4 5 6 7 8 and 9. ഓക്കെ, മെട്രിക്സ് പ്രിൻ്റ് ആയിട്ടുണ്ട്. 1 2 3 4 and some 50. ഇനി ഇതിനെ നമ്മൾ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പോകാം. ഒപ്റ്റിമൈസിങ് മീൻസ് നമുക്കറിയാം ഐ ഈക്വൽ ടു ജെ ആവണമെങ്കിൽ രണ്ടിടത്തും ഐ തന്നെയാണ് വരേണ്ടത്, അല്ലെങ്കിൽ ജെ തന്നെയാണ് വരേണ്ടത്. ഇവിടെ നമുക്ക് റോ വെച്ച് പറയുന്നുണ്ട്. ഇവിടെ ഞാൻ ഒറ്റ ഫോളോ അപ്പ് എഴുതുന്നു. ഒറ്റ ഫോളോ അപ്പ് എഴുതിയിട്ട് സം ഈക്വൽ ടു മെട്രിക്സ് ഓഫ് ഐ എന്ന് വിളിച്ചു. ഓക്കെ, ഐ ഓക്കെ, നമുക്കിത് കറക്റ്റായിട്ട് വരുമെന്ന് നോക്കാം. ജസ്റ്റ് 3 3 1 2 3 4 5 6 7 8 and 9 50. ഇതങ്ങനെ വർക്ക് ചെയ്തേ. ഫസ്റ്റ് ഐക്ക് 0 കൊടുക്കും. ആൻഡ് റോ സൈസിനേക്കാൾ ചെറുതാണ്. സോ 0 0 എലമെന്റ് ഉണ്ട്. സോ 1 പ്ലസ് സം ഈക്വൽ ടു 0 പ്ലസ് 1 1 വരും. ഇനി ഐ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഐ ഈക്വൽ ടു 1 ആവും. 1 ലെസ് ദാൻ 3 ആണ്. നമ്മുടെ റോ സൈസ് 3 ആണ്. സോ മെട്രിക്സ് ഈക്വൽ ടു സം പ്ലസ് ഇപ്പോൾ സം 1 ആണ് പ്ലസ് 1 1 1 1 എന്നിരിക്കുന്ന നമ്പർ ഏതാണ്? 5 ആണ് അല്ലേ? അപ്പോൾ 1 പ്ലസ് 5 6 ആയി. ഓക്കെ, ദെൻ ഐ ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഐ ഈക്വൽ ടു 2 ആവും. ലെസ് ദാൻ റോ സൈസ് ആണ്. സോ ദാറ്റ് വുഡ് ബി 9 2 2 9 ആണ്. ആൻഡ് എന്തായി, നമുക്ക് ഡയഗണൽ സം കിട്ടി. പിന്നെ കണ്ടീഷൻ ഫാൾസ് ആണ്, 3 ലെസ് ദാൻ 3 അല്ല. സോ ഇങ്ങനെ ഒരു ഫോർ ലൂപ്പ് വെച്ചും നമുക്കിത് ചെയ്യാൻ പറ്റും. ഇതാണ് ഡയഗണൽ സം കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഐ ഹോപ്പ് 2D array എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2D array എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് മെട്രിക്സ് അഡീഷൻ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ടിൽ ദെൻ ബൈ.